നമ്മുടെ ലൈഫിൽ ആദ്യമായി ഒരു കാര്യം ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആകാറുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഫ്ലോപ്പ് ആയതെന്ന് ചിന്തിക്കാതെ ആ പരിപാടി അവിടെ വെച്ച് നിർത്തുന്നവരാണ് നമ്മളിൽ പലരും. ഞാനടക്കം അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ നിഗമനം. മാറിയിട്ടുണ്ടെന്ന് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ കേക്ക് ബേക്ക് ചെയ്തായിരുന്നു. അത് അൾട്രാ ലെവൽ പ്രോ ആയിട്ട് നന്നായിട്ട് എനിക്ക് പണിയാവുന്നൊരു കേക്കായിരുന്നു. എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കേക്ക് പൊങ്ങി വരുന്നില്ല, അങ്ങനെ ഫുൾ ഭയങ്കര ശോകമായിരുന്നു. അപ്പോഴാണ് വിചാരിച്ച പോയത് പോട്ടെ, ഇനി ഒന്നും കൂടെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കഥേൻ്റെ ആവശ്യം എന്താ? അത് ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് ചെയ്ത കേക്കിൻ്റെ പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ കാര്യം. 2 ദിവസം മുന്നേ ആയിരുന്നു അമ്മയുടെ ബർത്ത്ഡേ. ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ ആ കേക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ശോകമായതിൻ്റെ റീസൺ, അയ്യോ അമ്മയുടെ ബർത്ത്ഡേക്ക് ആ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിഷമം പപ്പയുടെ ബർത്ത്ഡേയുടെ അന്ന് അമ്മയ്ക്കും പപ്പയ്ക്കും കൂടി ചേർന്ന് കേക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിലെത്തിയപ്പോൾ ഒരു ന്യൂട്രലായിട്ടൊന്ന് മെനയായിട്ടുണ്ടാക്കുന്ന ഫസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഏകദേശം നല്ല ടൈം എടുത്തു. 3 മണിക്ക് തുടങ്ങി ഈ ഒരു കേക്ക് ബേക്കിംഗ് ഒരു 8 മണി ആയപ്പോഴത്തേക്കാണ് തീർന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കും കറണ്ട് എനിക്ക് പണി തരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കേക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും ചെയ്തത്. ആ ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാവുന്നതുമാണ്. ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊരു ബർത്ത്ഡേ ആഘോഷമൊന്നും പപ്പയുടെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു കഷ്ടപ്പാടിൽ ഞാൻ ചെയ്തൊരു ഗിഫ്റ്റ്. ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ഹാമ്പർ മേക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ്. പക്ഷേ എൻ്റെ കുറച്ച് തിരക്കുകൾ കാരണം അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോക്കും എല്ലാം അങ്ങ് ശരിയായിട്ട് വരില്ല എന്ന് തോന്നി. അപ്പോഴാണ് വിചാരിച്ച് കേക്ക് സെറ്റാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വാഞ്ചോ കേക്കാണ് കേട്ടോ സെറ്റാക്കിയത്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്കും ശരിക്കും അവരുടെ മുഖത്തിലുള്ള സന്തോഷം കണ്ടപ്പോൾ എൻ്റെ ഇത്രയും മണിക്കൂറത്തെ ആ ഒരു കഷ്ടപ്പാടൊക്കെ ഒന്നും അല്ലാന്ന് തോന്നി. ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ ഇന്നായിരുന്നത്. അപ്പോൾ 2 പേർക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്ക്. ആ കേക്കിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി. അതിൽ നിന്ന് ഈ ഒരു കേക്കിലേക്ക് വരാൻ എനിക്ക് ഇച്ചിരി പണി പെട്ടെങ്കിലും ഒത്തിരി ഹാപ്പിയാണ്. അങ്ങനെ അപ്പവും ചിക്കൻ കറിയും പാസ്സാക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.